ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ് ഉപബോധ മനസ്സിനെ ഉണർത്തിയെടുത്ത നമുക്ക് അത്ഭുതങ്ങൾ പലതും ചെയ്യാൻ സാധിക്കുമെന്നാണ് മൈൻഡ് പവർ തിയറി വ്യക്തമാക്കുന്നത്. യോഗീശ്വരന്മാരും മറ്റും ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് പിന്നിൽ ഈ തത്വമാണ് പ്രവർത്തിക്കുന്നത്. ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും ഒരു നേർരേഖയിൽ കൊണ്ടുവന്ന ശേഷം ഉപബോധ മനസ്സിനെ കാര്യങ്ങൾ ധരിപ്പിക്കണം. ഗുരു പറഞ്ഞു നിർത്തി. സിദ്ധാർത്ഥിനും വിനീതിനും കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. ഇവിടെ ഇപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഭൈരവൻ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളാണെന്ന്. ഈ ഭൈരവന്റെ യൗവനകാലത്ത് ഡൽഹിയിൽ പഠിക്കാൻ പോയിരുന്നു. അവിടെ നിന്ന് അയാൾ സ്ഥിരം യാത്രകൾ പോകുമായിരുന്നു. നിങ്ങൾ അഘോരികളെന്ന് കേട്ടിട്ടില്ലേ? അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ജന്തവർ. വലിയ അപകടകാരികളാണ് അവരിതുപോലെ മനസ്സിനെ നിയന്ത്രിച്ച് പല കഴിവുകളും സ്വായത്തമാക്കിയവരാ. നമ്മുടെ കഴിവുകൾ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗപ്പെടുത്താം. ഒന്ന് നല്ല രീതിയിലും ഒന്ന് ചീത്ത രീതിയിലും. ഭൈരവൻ കുറെ കാലം ഈ ജന്തവരുടെ കൂടെയായിരുന്നു. അവരിൽ നിന്ന് എല്ലാ വിദ്യകളും പഠിച്ചെടുക്കുകയും ചെയ്തു. കൂടാതെ അത്യാവശ്യം ബ്ലാക്ക് മാജിക്കും കയ്യിലുണ്ട്. അതൊക്കെ ഭൈരവൻ ചെറുപ്പത്തിലെ അടിയുറച്ചുപോയ ബലിരൂപിക്ക് വേണ്ടി മാറ്റിവെച്ചു. മകളുണ്ടായപ്പോൾ മകളെ എല്ലാ വിദ്യകളും പഠിപ്പിച്ചു. പക്ഷെ ഇതൊക്കെ നമുക്ക് നേരിടാവുന്നതേ ഉള്ളൂ. ഒന്നും മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമല്ല. വിനീതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാ, മുൻവിധിയോടുകൂടിയാണ് വൈദേഹിയുടെ വീട്ടിലേക്ക് വിനീത് പോയത്. അവൾ എന്തോ ആയുധം വെച്ചുകൊണ്ട് വിനീതിനെ ആക്രമിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് വിനീത് ഭയപ്പെടുത്തുന്ന എന്തോ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വൈദേഹിയുടെ ആക്രമണത്തിൽ ഭയന്നുപോയ വിനീത് ആ ഓർമ്മകൾ ഓർത്തെടുക്കാൻ വിനീതിന്റെ ഉപബോധ മനസ്സ് സമ്മതിക്കുന്നില്ല. അങ്ങനെ വിനീത് ഓർത്തെടുക്കാതിരിക്കാൻ വൈദേഹി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കിയ നമ്മൾക്ക് ഇതൊക്കെ സാധിക്കാവുന്നതേയുള്ളൂ. ഇനി സിദ്ധാർത്ഥിന്റെ വീട്ടിലെ ജോലിക്കാരുടെയും അമ്മയുടെയും കാര്യത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട് നന്നായിട്ട് അറിയാവുന്ന ആളാണ് വൈദേഹി. നിങ്ങളൊന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. വെളുപ്പിന് അവൾ വന്ന് വാതിൽ മുട്ടുന്നു. അമ്മ തുറന്നു നോക്കുന്നു. ആ സമയമല്ലേ, അമ്മയ്ക്ക് കുറച്ച് പ്രായമുണ്ട്. കണ്ണു വെട്ടിച്ച് അവൾ എങ്ങനെയെങ്കിലും അകത്തേറി കാണും. പുറത്താരെയും കാണാതെയായപ്പോ അമ്മ വാതിലടച്ചു. ഉപദ്രവിച്ച അവർ സ്ഥലം വിട്ട് കാണും. ഇത് തന്നെയായിരിക്കും ജോലിക്കാരിയുടെ കാര്യത്തിനും സംഭവിച്ചിട്ടുണ്ടാവുക. അവൾക്ക് യാതൊരു മാന്ത്രിക ശക്തിയുമില്ല, പക്ഷെ മനസ്സിന്റെ പവർ അതുണ്ടാവും. അതൊക്കെ ഒന്ന് ഭയപ്പെടുത്തിയാൽ തീരാവുന്നതേയുള്ളൂ. പിന്നെ സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ, അവൾ എങ്ങനെയോ ഏതെങ്കിലും വഴിക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് എത്തിച്ചു വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ഭക്ഷണത്തിലെങ്ങാനും കുറച്ച് കലർത്തിയാൽ പോരെ. തൊട്ടടുത്ത് തന്നെയല്ലേ താമസം. ഏതെങ്കിലും വഴിക്ക് അവൾ എത്തിച്ചു കാണും. ഗുരു, എനിക്കിപ്പോൾ കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്നതിന് 4 ദിവസം മുമ്പ് എൻ്റെ അച്ഛമ്മ കുറച്ച് ഭസ്മം തന്നിരുന്നു. എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛമ്മ എന്ന് പരിങ്ങി. അച്ഛമ്മ തന്നില്ലെന്ന് കരുതി കൂടുതൽ ചോദിക്കാൻ ഞാനത് കഴിക്കുകയും ചെയ്തു. മിക്കവാറും അവൾ അച്ഛമ്മയെ തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് തന്നതാവത്. അപ്പോ ഗുരു പറഞ്ഞു വരുന്നത് ഇവൾക്ക് ബലി കൊടുക്കുന്നതിലും പങ്കുണ്ടെന്നാണോ? അതെ സിദ്ധാർത്ഥ്, ബലി കൊടുക്കുന്നതിൽ വൈദേഹിക്കും ഭൈരവനും പങ്കുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ പിന്നിലൊരു വലിയ അവയവ മാഫിയ തന്നെയുണ്ട്. തുരുത്തിലെ ആളുകളെ ഇപ്പോഴും രക്ഷപ്പെടുത്താൻ സമ്മതിക്കാതെ ഈ മാഫിയ അവിടെ വേരൂന്നിരിക്കുകയാണ്. ഭൈരവനും ഭൈരവന്റെ സഹായികളും വഴി സ്ത്രീകളെ ബലി കൊടുത്ത് അവരവരുടെ കാര്യം നേടുന്നു. ആരാ ഗുരു അപ്പൊ ഇതിന്റെയൊക്കെ പിന്നില്? സിദ്ധാർത്ഥ് ചോദിച്ചു. അതറിയില്ല. അതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഭൈരവനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ കിട്ടിയത് കുറേ കാലം മുമ്പ് പാരാസൈക്കോളജിയിൽ ഞാനൊരു പ്രബന്ധം ചെയ്തിരുന്നു. അതിനാവശ്യമായ വിവരങ്ങൾക്ക് തുരുത്തിലെ കാര്യങ്ങളൊക്കെ ശേഖരിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കിട്ടിയതായവയല്ല. ഇനി ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം. അവരുടെ വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് ഈ നെഗറ്റീവ് ശക്തിക്ക് താല്പര്യമുള്ള ദിവസമാണെന്നൊക്കെ കുറേ ദിവസങ്ങൾ ഉണ്ടാക്കി വെച്ച് ആ ദിവസങ്ങളാണ് ഇവർ സ്ത്രീകളെ കണ്ടുപിടിക്കുന്നതും ബലിയെടുക്കുന്നതെല്ലാം. ഗുരു വിനീതിനെയും ജിബിനെയും നോക്കി പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്. ജന്തവരുടെ പുണ്യദിനമാണ് അടുത്തയാഴ്ച. അപ്പോൾ അവരുടെ വക ഒരു ബലി പ്രതീക്ഷിക്കാം. ഇതെൻ്റെ ഒരു ഗസ്സിങ് മാത്രമാണ്. ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. എന്തായാലും ആ വഴിക്കൊന്ന് അന്വേഷിച്ച് നോക്കൂ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ അവരുടെ വിധി കാത്തിരിക്കുന്നുണ്ടാവും. വിനീതിന്റെ ഭയത്തെ അല്പം മാറ്റി നിർത്തിയാൽ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പതിയെ തെളിഞ്ഞു വന്നോളൂ. ഗുരു പറഞ്ഞു നിർത്തി. വിനീതിനും ജിബിനും സിദ്ധാർത്ഥിനും കാര്യങ്ങളെല്ലാം മനസ്സിലായി. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. രാവിലെ ഭക്ഷണം കഴിക്കുന്ന നേരത്താണ് ഭൈരവൻ മകളുടെ ചീർത്ത മുഖവും പാതി മയങ്ങിയ കണ്ണുകളും ശ്രദ്ധിച്ച് അയാൾ വൈദേഹിയെ സൂക്ഷിച്ച് നോക്കി. എന്താ വൈദേഹി, എന്താ കാര്യം? ഇന്നലത്തെ കർമ്മം നീ പൂർത്തിയാക്കിയില്ലേ? ഇല്ല അച്ഛാ, എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. വൈദേഹി കുറ്റബോധത്തോടെ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. മുന്നിലിരിക്കുന്ന പാത്രങ്ങൾ തട്ടിയെറിഞ്ഞുകൊണ്ടാണ് ഭൈരവൻ വൈദേഹി പറഞ്ഞതിന് മറുപടി കൊടുത്ത്. അച്ഛാ, എന്തേ കാണിച്ച്? മൂക്കിൻ തുമ്പത്ത് കോപമുള്ള വൈദേഹിക്ക് അച്ഛന്റെ ആ പ്രവൃത്തി തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ ഇരുന്നിടത്ത് ചാടി എണീറ്റു. പിന്നല്ലാട് അതിന്റെ ഭവിഷ്യത്ത് നിനക്കറിയില്ല വൈദേഹി. ആ കർമ്മം മുടങ്ങിയ നമുക്ക് നാശമായിരിക്കും ഫലം. അല്ലെങ്കിലും നിനക്കിപ്പോ ആ ജീവന്റെ കൂടെ കൂടിയതിൽ പിന്നെ ഇതിലൊന്നും വല്ല ശ്രദ്ധ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വൈദേഹി. അച്ഛാ, അപ്പൊ ഡോക്ടർ എന്ന ഭസ്മം? വൈദേഹി വേഗം വിഷയം മാറ്റി. അതുകൊണ്ട് മാത്രം കാര്യമില്ല വൈദേഹി.
ബലിരൂപയെ കൂടി പ്രീതിപ്പെടുത്തിയേ പറ്റൂ. ഇനിയിപ്പോ നീ അതോർത്ത് വിഷമിക്കണ്ട. അച്ഛൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ നോക്കട്ടെ. പിന്നെ ഒരു കാര്യം, ആ ജീവനെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇവിടുന്ന് കടത്താൻ നോക്കണം. ഡോക്ടർ വിളിച്ചിരുന്നു. നമ്മൾ നിശ്ചയിച്ചു വെച്ചിരുന്ന ദിവസം വരെ കാത്തിരിക്കേണ്ട. മേഘയുടെ ബലി പെട്ടെന്ന് തന്നെ നടത്തണം. ഡോക്ടർക്ക് എന്തോ വെളിപാടുണ്ടായത്രേ. ജീവനെ ഇന്ന് കടത്തിയതിന് ശേഷം പറ്റുമെങ്കിൽ നാളെ തന്നെ മേഘയെ നമ്മുടെ നിലവറയിലേക്ക് മാറ്റണം. പറ്റിയ ഒരു ദിവസം തന്നെ ബലിയും നടത്താം. ശരി അച്ഛാ, ഞാനിപ്പോ തന്നെ ജീവൻ വിളിക്കാം. പിന്നെ അച്ഛാ, പതിവ് തന്നെ ഡോക്ടർ എല്ലാവരുടെയും ശരീരം കൊണ്ടുപോകുന്ന പോലെ മേഘയുടെ ശരീരം കൊണ്ടുപോയില്ലേ? ഉവ്വ് വൈദേഹി, ഡോക്ടർ കൊണ്ടുപോയിക്കോളും. ഡോക്ടർ വലിയ മനസ്സുള്ളവനാ. അതുകൊണ്ടല്ലേ നമുക്കൊരു പ്രശ്നം വരരുതെന്ന് കരുതി ശവശരീരങ്ങളെല്ലാം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അവസാനം നമ്മൾ ബലി കൊടുത്ത 2 സ്ത്രീകളെ ഒഴിച്ച് ബാക്കിയെല്ലാം ഡോക്ടർ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. 2 അല്ലേ, അത് സാരമില്ല. നമ്മുടെ പറമ്പിൽ തന്നെ മണ്ണിനടിയിൽ അത് സുരക്ഷിതമായി കിടന്നോളും. അതൊന്നും തിരക്കി ആരും വരാൻ പോകുന്നില്ല. ഇനിയിപ്പോ അതും ഇതും ചോദിച്ച് സമയം കളയണ്ട. നീ പെട്ടെന്ന് തന്നെ ആ ജീവനെ വളക്കാൻ നോക്ക്. ഞാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ നോക്കട്ടെ. ഭൈരവൻ അതും പറഞ്ഞു പോയപ്പോൾ വൈദേഹി തന്റെ ഫോൺ എടുത്ത് പുറത്തേക്ക് പോയി. തറവാട് വീട്ടിലേക്ക് കണ്ണു നട്ടപ്പോൾ പൂമുഖപ്പടിയിൽ തന്നെ മേഘ നിൽപ്പുണ്ട്. മുടിയൊക്കെ അഴിച്ചിട്ട് ഒരു പുഞ്ചിരിയോടെ ദൂരെയുടേക്കോ നോക്കി നിൽക്കുകയാണ്. അവളുടെ ഒരു തൊലിഞ്ഞ ചിരി ഇന്നത്തോടെ നിർത്തി തരാടി ഞാൻ. സ്വയം പിറിവിറുത്തുകൊണ്ട് വൈദേഹി ജീവനെ വിളിച്ചു. നീ എവിടെയാ വൈദേഹി? ഒന്നിച്ച് ജീവിക്കണം, കുറെ കാശ് തരാം. എവിടേക്കോ ഞാൻ ആദ്യം മാറിയിക്കണം. പതുക്കെ നീ വരാം, മേഘ തട്ടണമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തുവിടുന്നതിന് ജീവൻ പരിഭവപ്പെട്ടു. എല്ലാം ഒന്ന് സെറ്റ് ചെയ്യേണ്ട ജീവ, അതിനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു ഞാൻ. എന്നിട്ടെല്ലാം നീ സെറ്റ് ചെയ്തോ? ജീവൻ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. പിന്നെ ചെയ്യാതെ എല്ലാം ശരിയായിട്ടുണ്ട്. ഇന്ന് തന്നെ ജീവനിടുന്ന് പോകണം. പോകുന്നതിന് മുമ്പ് മേഘയെ കൂടി ഒളിച്ചോടി പോവുകയാണെന്നൊരു കത്ത് മറക്കാതെ എഴുതി വെക്കണം. നാളെ മേഘ ഇവിടുന്ന് കിഡ്നാപ്പ് ചെയ്യും. ഇവിടുത്തെ ബഹളൊക്കെ ഒതുങ്ങുമ്പോൾ ഞാൻ ജീവന്റെ അടുത്തേക്ക് വരും. നമ്മൾ രണ്ടുപേരും സുഖിച്ച് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഇവിടെ ആ സിദ്ധാർത്ഥ ദുഃഖിച്ചും ഭ്രാന്തി പിടിച്ചും നടക്കും. ഓ എന്റെ വൈദേഹി, കേൾക്കാനെന്ത് സുഖം! കേൾക്കുന്നതിനേക്കാൾ അനുഭവിക്കുന്ന കൂടുതൽ സുഖം ജീവ. അതും പറഞ്ഞ് വൈദ്യ ഉറക്കെ പൊട്ടിച്ചിരിച്ചപ്പോൾ അവൾ ഉദ്ദേശിച്ചെന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ജീവൻ അവിടെ പുറക്കെ പൊട്ടിച്ചിരിച്ചു. അപ്പൊ ഇന്ന് രാത്രി തന്നെ പുറപ്പെട്ടുള്ളൂ. കാശ് മണി രാത്രി വന്നിട്ട് വീണ്ടും പുറത്തു വരും. ആ വണ്ടി പോയാൽ മതി. എങ്ങോട്ടാണെന്നൊക്കെ ഡ്രൈവർക്ക് അറിയാം. അയാൾ നിന്നെ ശരിക്കുള്ള സ്ഥലത്ത് എത്തിച്ചോളൂ. ശരി ജീവ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ശരി വൈദ്യ. സന്തോഷത്തോടെ ജീവൻ ഫോൺ കട്ട് ചെയ്തു. ഇപ്പോൾ ഫിനാൻസ് കൂടെ ഇല്ലാത്ത കാരണം മിക്കപ്പോഴും ചൊറിയും കുത്തി വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ജോലിക്കൊന്നും ആ വീട്ടിൽ തന്നെ ഇരിക്കുന്ന കാരണം സുമതി ജീവൻ ഓരോന്നൊക്കെ പറയും. ജീവൻ തിരിച്ച് മറുപടിയും കൊടുക്കും. ഇനിയിപ്പോ എന്തായാലും ഇന്നത്തോടെ തള്ളയുടെ ശല്യം മാറി കിട്ടും. ഇവിടുന്ന് പോട്ടെ. തള്ളയും തന്തയും ആ പെങ്ങളെന്ന് പറയുന്നവളെയും തിരിഞ്ഞോക്കാൻ പോകുന്നില്ല. തന്റെ ഭാവി ജീവിതോർത്ത് ജീവൻ സ്വപ്നം കണ്ട് ചിരിച്ചു കിടന്നു. കാറിലിരുന്നുള്ള ദീർഘദൂര യാത്ര ക്ഷീണുണ്ടാക്കുന്ന കാരണം സിദ്ധാർത്ഥും വിനീതും ട്രെയിനിൽ നാട്ടിലേക്ക് വന്നാണ് കരുതിയത്. ഗുരുവും ഡോക്ടർ അരുണും ജീവനും പാർവതിയും അന്ന് ഉച്ചയോടെ തന്നെ കാറിൽ നാട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു. വീണ്ടും കുറച്ച് പേപ്പേഴ്സ് എടുക്കാൻ വേണ്ടി വിനീത് ഹോസ്പിറ്റലിലേക്ക് പോയി. ഒറ്റയ്ക്കിരുന്ന് ഓരോന്ന് ആലോചിച്ചപ്പോൾ സിദ്ധാർത്ഥിന് അരിച്ചടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നാട്ടിലെത്തി വൈദ്യയെ മുഖമടച്ച് 2 പൊട്ടിക്കാൻ അവന്റെ കൈകൾ അപ്പോഴേ തരിച്ചു തുടങ്ങി. തീരെ സഹിക്കാൻ പറ്റാതെയായപ്പോൾ അവൻ വൈദേഹിയെ വിളിച്ചു. സിദ്ധാർത്ഥിന്റെ കോൾ തന്നെ മൊബൈൽ വരുന്ന കണ്ടപ്പോൾ വൈദേഹി ക്രൂരമായ ഒരു പുഞ്ചിരിയോടെ ഫോൺ എടുത്തപ്പോൾ തന്നെ അപ്പുറത്തുള്ള ചീത്തവിളി കാരണം വൈദേഹിക്ക് തന്നെ ചെവി പൊത്തിപ്പിടിക്കേണ്ടി വന്നു. നിനക്ക് എന്താടാ? എടീ, നിന്റെ സകല കഥയും ഞാൻ അറിഞ്ഞടി. നിന്റെ ഒരു കൂടോത്രവും ബലിയും ഞാൻ നാളെ ഒരുപാടി. നിന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. സിദ്ധാർത്ഥ് പറഞ്ഞു കേട്ടപ്പോൾ വൈദേഹിയുടെ നാവിറങ്ങിപ്പോയി. ഇവനെങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? ഭയന്നുകൊണ്ട് അവൾ വേഗം ഫോൺ കട്ട് ചെയ്യുന്ന നേരം ഭൈരവന്റെ അരികിലേക്ക് ഓടി. കാര്യം അറിഞ്ഞ ഭൈരവൻ ഒരു പരിഹാരവും കാണാൻ പറ്റാതെയായപ്പോൾ നേരെ തങ്ങളുടെ ഡോക്ടറെ വിളിച്ചു. എല്ലാം കൊണ്ട് നീ നശിപ്പിച്ചോ ഭൈരവ. ഈ പറഞ്ഞവനിപ്പോ എവിടെയുണ്ട്? അവനിതൊക്കെ എങ്ങനെ അറിഞ്ഞു? അവനിതൊക്കെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ? ഡോക്ടറുടെ ഗാംഭീര്യമാർന്ന സ്വരപ്പുറന്ന് മുഴങ്ങി കേട്ടു. ഭയം കൊണ്ട് ഭൈരവന് ഉമിനീരിറക്കി നിന്നു. അവനിതൊന്നും അറിഞ്ഞിട്ട് പറഞ്ഞല്ലോ ഡോക്ടർ. വെറുതെ ഊഹിച്ചോരോന്ന് പറയുന്ന. അവനിപ്പോ ചെന്നൈയിലുണ്ട്. നാളെ ഇങ്ങോട്ടേക്ക് വരുന്നാണ് അവന്റെ സംസാരത്തിന് തോന്നിയെന്നാ മോള് പറഞ്ഞു. അവനിതാരോടും പറഞ്ഞിട്ടുണ്ടാവാനൊന്നും സാധ്യതയില്ല. എന്തായാലും അവൾ അവന്റെ അപ്പച്ചിയുടെ മോളല്ലേ. പുറത്തേക്ക് അവൻ ഇത് പറഞ്ഞൊരു വിഷയമൊന്നും ആക്കില്ല. കൂടി വന്ന അവന്റെ കയ്യിൽ നിന്ന് അവൾക്ക് 2 കിട്ടുമായിരിക്കും. അത്രയേ ഉള്ളൂ. എന്നാൽ ഇതങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയുന്ന കാര്യമല്ല ഭൈരവ. ഞാനെന്ന ഭസ്മാവിന് കൊടുത്തിട്ടില്ലേ? ഉവ് കൊടുത്തു ഡോക്ടർ. അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. അവൻ അത്രയ്ക്ക് അങ്ങോട്ട് പോന്നില്ല. ഞാനിപ്പോ തന്നെ ഒരാൾ അങ്ങോട്ടേക്ക് അയക്കാം. ജപിച്ച ഒരു ദ്രാവകം സിറിഞ്ചിലാക്കി തരാം. അവൻ വന്ന് കയറുമ്പോ എങ്ങനെയെങ്കിലും തക്കം നോക്കി അവന്റെ കഴുത്തിലേക്ക് അത് കുത്തിയിറക്കാൻ നിന്റെ മോളോട് പറ. ഡോക്ടർ പറഞ്ഞു കേട്ട് ഭൈരവനൊന്ന് പരിഭ്രമിച്ചു. അവരെങ്ങാനും മരിച്ചു പോയാൽ ഇത്ര നാളും കളിച്ച കളി പോലെ ആവില്ല. ഡോക്ടർ, അവരെങ്ങാനും മരിക്കുവോ? ഇല്ല, തളർന്ന് നാവ് പൊന്താതെ കിടക്കും. നമുക്കിപ്പോ തൽക്കാലത്തേക്ക് അത് മാത്രം മതി. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. താനിപ്പോ ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും അപ്പുറത്തെ കോള് കട്ടായി കഴിഞ്ഞിരുന്നു. ഡോക്ടർ പറഞ്ഞ കാര്യം ഭൈരവൻ നേരെ ചെന്ന് വൈദ്യയോട് പറഞ്ഞു. ചെറിയൊരു ആശ്വാസം അവൾക്ക് തോന്നി. ഡോക്ടർ അറിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടർ ഏറ്റെടുത്തോളും. താൻ ഇനി ഒന്നും ആലോചിച്ച് പേടിക്കേണ്ട കാര്യമില്ല.
ഇനി ഒട്ടും തന്നെ സമയം കളയാനില്ല. സിദ്ധാർത്ഥ എത്തുന്നതിന് മുമ്പ് തന്നെ ജീവനെ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കണം. അപ്പോൾ തന്നെ മേഘയെ പൊക്കുകയും ചെയ്തു. പാണ്ഡ്യരാജൻ തന്റെ കോളും കാത്തിരിക്കുകയാണ്. വൈകുന്നേരത്തോടെ വൈദേഹി ജീവനെ വിളിച്ച് മേഘയുമായി പോവുകയാണെന്ന് കത്തെഴുതി വെക്കാനായി ആവശ്യപ്പെട്ടു. അപ്പോൾ തന്നെ പാണ്ഡ്യരാജനെ വിളിച്ച് ജീവനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനായി പറഞ്ഞു. അത്യാവശ്യമുള്ള ഡ്രസ്സുകളും മറ്റു സാധനങ്ങളൊക്കെ ബാഗിൽ അടുക്കി വെക്കായിരുന്നു ജീവൻ. 2 ജോഡി ഡ്രസ്സ് മാത്രം എടുത്താൽ മതിയെന്ന് വൈദേഹി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ വാങ്ങിക്കാമെന്ന്. എന്നാലും പുതുതായി വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഇനി ഇവിടെ വെച്ചിട്ട് എന്തിനാ? പുതിയ താമസ സ്ഥലത്തെത്തുമ്പോൾ വൈദേഹി വാങ്ങുന്ന ഇപ്പോൾ തന്നെ കയ്യിലുള്ളൊക്കെ മാറ്റിമറിച്ച് വിടാമല്ലോ. മേഘയുമായി ദീർഘനാളായി സ്നേഹത്തിലാണെന്നും കല്യാണം കഴിഞ്ഞിട്ടും ബന്ധം തുടരുന്നുണ്ടെന്നും അതിനുവേണ്ടിയാണ് തന്റെ ഭാര്യയെ ഒഴിവാക്കിയതെന്നും സിദ്ധുമായി ഡിവോഴ്സ് വാങ്ങാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഒളിച്ചോടി പോവുകയാണെന്നൊക്കെ ഒരു നീണ്ട കത്തെഴുതി ടേബിൾ ഡ്രോയിൽ വെച്ച് പൂട്ടിയിട്ടുണ്ട്. തന്നെ കാണാതാവുമ്പോൾ ആരെങ്കിലും കയറി നോക്കി എടുത്തോളും. മോളിപ്പാട്ടും പാടി ബാഗ് പൂട്ടുന്ന നേരത്താണ് വാതിൽക്കൽ സുമതി വന്ന് നിൽക്കുന്ന ജീവൻ കണ്ടത്. എന്താണ്? താൻ പോവാനിറങ്ങാൻ നേരത്തുള്ള അമ്മയുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ ജീവന് വല്ലാത്ത അരിശം തോന്നി. നീ ഇതെവിടേക്കാടാ വലിയ ബാഗൊക്കെ ആയിട്ട്? അവനെയും അവന്റെ കയ്യിലുള്ള വലിയ ബാഗിനെയും സംശയത്തോടെ നോക്കിക്കൊണ്ട് സുമതി ചോദിച്ചു. ഇറങ്ങാൻ നേരത്തെ ഓരോന്ന് ചോദിച്ച് കയറി വന്നോളൂ, മാറണം. ജീവൻ സ്വയം പിറുവിർത്തു. അവനൊന്നും പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ സുമതി അവന്റെ അരിയിലേക്ക് വന്നു. നീ പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയാനുള്ള കൊതി കൊണ്ടൊന്നല്ല. ഇന്ന് പോയാൽ പിന്നെ നീ ഇങ്ങോട്ട് ഇന്ന് കെട്ടിയെടുക്കുന്ന അറിയാനാ. ഞാൻ ഇന്ന് കിട്ടിയെടുത്താൽ നിങ്ങൾക്ക് എന്താ തള്ളേ? ജീവൻ ചീറി. വാടക 3 മാസത്തേക്ക് കുടിശ്ശികയായി കിടക്കുക. അഡ്വാൻസ് കൊടുത്ത കാശ് കഴിഞ്ഞ മാസങ്ങൾ എടുത്ത് തീർന്നു. ഈ മാസം കൂടെ കൊടുത്തില്ലെങ്കിലേ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, ഞാൻ പോവാ. കാശ് തന്നിട്ട് പോടാ. സുമതി ജീവനെ വിടാനുള്ള ഭാവമില്ലായിരുന്നു. എന്റെ കയ്യിൽ കാശില്ല, ഇനി ഉണ്ടായിരുന്നാലും നിങ്ങൾക്ക് തരാനും പോകുന്നില്ല. തള പോയി കേസ് കൊടുക്കുക. എടാ, എന്റെ ആങ്ങളി എന്റെ ഭർത്താവും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും പറമ്പും വിറ്റുറച്ച് കളഞ്ഞ് ഞങ്ങൾ ഈ നരകത്തിൽ കൊണ്ടിട്ട് ഇപ്പൊ നീ കാശും തരില്ലെന്നോ? സുമതിയുടെ ആ കരച്ചിലോടെയുള്ള പറച്ചിലൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല ജീവൻ. പോകുന്ന എങ്ങോട്ടാണെന്നെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോടാ. എന്ന് വരുന്നെങ്കിലും പറയടാ. പോതളെ, എനിക്ക് മനസ്സില്ല ഒന്നും പറയാൻ. ഇനിയെങ്കിലും എനിക്ക് സുഖമായിട്ടൊന്നും ജീവിക്കണം. അതും പറഞ്ഞ് ഗേറ്റ് അടന്നു പോകുന്ന ജീവനെ നോക്കി സുമതി കണ്ണീരോടെ നിന്നു. വൈദേഹി പറഞ്ഞേൽപ്പിച്ച പോലെ തന്നെ ജീവന്റെ വീടിന്റെ അവിടെ നിന്നും 1 കിലോമീറ്റർ മാറി പാണ്ഡ്യരാജനും കൂട്ടരും കാറുമായി കാത്തിരിപ്പുണ്ടായിരുന്നു. അവരുടെ കാറിൽ കയറി ജീവൻ എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ വൈദേഹിയുടെ വാക്ക് വിശ്വസിച്ച് യാത്ര പുറപ്പെട്ടു. നാളെ പുലർച്ചെയോടെ നാട്ടിലെത്താനുള്ള രീതിയിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു സിദ്ധാർത്ഥും വിനീതും. സിദ്ധാർത്ഥിനെ തറവാട്ടിൽ വിട്ട് വിനീത് നേരെ പോയി കേസ് ഫയൽ റീഓപ്പൺ ചെയ്യും. തെളിവുകളൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ എല്ലാം കണക്ട് ചെയ്ത് ഭൈരവനെയും വൈദേഹിയും ആദ്യം പൂട്ടണം. അതിന്റെ പിന്നിലുള്ള കണ്ണികളൊക്കെ അപ്പോൾ പുറത്തിയാടിക്കോളും, അല്ലെങ്കിൽ ചാടിക്കും. തീരുമാനങ്ങളുമായി രണ്ടുപേരും രാത്രിയിൽ തന്നെ നാട്ടിലേക്ക് പുറപ്പെട്ടു. രേണുകൾക്കുള്ള പ്രത്യേക കഷായക്കൂട്ട് രാത്രിയിലും രാവിലെയും ചൂടാക്കി വെക്കേണ്ടതുണ്ട്. അതൊന്നും മേഘ സുജാതയെ ഏൽപ്പിക്കാറില്ല. സമയം 11 മണിയോളം ആയിട്ടുണ്ട്. സുജാതയും പരമേശ്വരനൊക്കെ കിടന്നു കഴിഞ്ഞു. ഗർഭത്തിന്റെ ചെറിയ അസ്വസ്ഥതകളുള്ളത് കൊണ്ട് തന്നെ രാത്രി ഉറക്കമൊക്കെ കുറവാണ്. കഷായക്കൂട്ട് ചൂടാക്കി ഒരു പഴവും കഴിച്ചുകൊണ്ട് അടുക്കളയിൽ നിൽക്കുന്ന നേരത്താണ് ഒരു വലിയ പട്ടി ഉരക്കുന്നതിന്റെ ശബ്ദവും ഒപ്പം തന്നെ ഒരു പൂച്ചക്കുഞ്ഞിന്റെ കരച്ചിലും കേട്ടത്. പൂച്ചക്കുഞ്ഞിനെ പട്ടി ഉപദ്രവിക്കാണെന്ന് കരുതി മേഘ ഒന്നോർക്കാതെ ആ രാത്രി അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. വാതിൽ തുറന്നു നോക്കിയപ്പോൾ തൂവെള്ള നിറത്തിൽ അല്പം കറുപ്പും തവിട്ടും കലർന്ന പുള്ളികളുമായി ഒരു പൂച്ചക്കുഞ്ഞ് നിൽക്കുന്നു. ഇരുട്ടിൽ എവിടെ നിന്നോ പട്ടിയുടെ കുരയും കേൾക്കുന്നുണ്ട്. കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി കരഞ്ഞ് ഭയം നിൽക്കുകയാണ് പൂച്ചക്കുഞ്ഞ്. മേഘയെ കണ്ടപ്പോൾ അത് കരച്ചിലും നിർത്തി. അച്ചോടാ, പേടിച്ചു പോയോ? വായോ. മേഘക്ക് അതിനോട് വല്ലാത്ത വാത്സല്യം തോന്നി. അതിനെ കഴുത്തിൽ പിടിച്ച് പൊക്കാൻ നോക്കിയപ്പോഴേക്കും പൂച്ചക്കുഞ്ഞ് സ്റ്റെപ്പിയാടി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരുന്നു. അത് ഇറങ്ങിക്കഴിഞ്ഞതും ഭീകരമായ പട്ടിയുടെ കുരയും കേട്ടു. ഒപ്പം തന്നെ പൂച്ചക്കുഞ്ഞിന്റെ ആർത്ത് വിളിച്ചുള്ള കരച്ചിലും. മേഘ വേവലാതിയോടെ മുറ്റത്തേക്ക് ഇറങ്ങി. അടുക്കളയുടെ പിൻവശത്തുള്ള വെളിച്ചവും മുൻവശത്തെ ഗാർഡനിലെ വെളിച്ചം അവിടേക്ക് ചെറുതായി വരുന്നുണ്ട്. എന്നാലും കാഴ്ചകൾ അത്രയ്ക്ക് അങ്ങോട്ട് വ്യക്തവുമില്ല. ഇരുട്ടിലെവിടെയോ ഒരു വെള്ളപ്പൊട്ട് കണ്ട് അത് പൂച്ചക്കുഞ്ഞാണെന്ന് മനസ്സിലായപ്പോൾ മേഘ നേരെ അങ്ങോട്ടേക്ക് ചെന്നു. പട്ടിയുടെ കുര കേൾക്കുന്നുണ്ടെങ്കിലും പട്ടി എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെയെങ്കിലും ആ പൂച്ചക്കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് മാത്രമേ മേഘ അന്നേരം ചിന്തിച്ചുള്ളൂ. പക്ഷെ മേഘ ചെല്ലും തോറും പൂച്ചക്കുഞ്ഞ് അകന്നു പോകുന്നു. അതിനെ കയ്യിലെടുത്ത് പിടിക്കാതെ വീണത്തെ കയറാനും തോന്നുന്നില്ല. കൊഞ്ചിച്ച് വിളിച്ചുകൊണ്ട് മേഘ അത് പോകുന്ന സ്ഥലം ഒരു ഊഹം വെച്ചുകൊണ്ട് പിറകെ പോയി. സമയമോ സ്ഥലമോ ഒന്നും മേഘ നേരെ ഓർക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അതിനെ പിടിക്കണമെന്ന് കരുതി മേഘ മുമ്പോട്ട് തന്നെ നടന്നു. മുന്നോട്ട് നടക്കും തോറും വെളിച്ചം കുറഞ്ഞു വന്നു. ഒരു നിശ്ചിത അകലത്തിൽ പൂച്ചക്കുഞ്ഞുണ്ട്. നടന്ന് തറവാട്ട് പറമ്പിന്റെ പിന്നിലെ കുളത്തിനടുത്ത് എത്താനായി. കൂട്ടമായി പട്ടികൾ ഓരിയിടുന്ന ശബ്ദം, ചെറിയൊരു ഭയം മേഘയെ പൊതിഞ്ഞു തുടങ്ങി. ഇപ്പോൾ പൂച്ചക്കുഞ്ഞിനെ കാണുവാനില്ല. നേരത്തെ കേട്ടിരുന്ന പട്ടിയുടെ ഭീകരമായ ശബ്ദവുമില്ല. അവൾ ചുറ്റും നോക്കി. കട്ട പിടിച്ച ഇരുട്ട് മാത്രം. രേണുകയുടെ കാര്യമൊക്കെ അവൾക്ക് അന്നേരം ഓർമ്മ വന്നു. പുറത്തിറങ്ങിയത് മണ്ടത്തരമായെന്ന് മേഘക്ക് മനസ്സിലായി. ഭയം നിൽക്കാതെ മേഘവേഗം തിരിച്ചടക്കാൻ തുടങ്ങിയതും കാലുകൾ കുഴയുന്ന പോലെ. കുളത്തിന്റെ അവിടുന്ന് കുറച്ച് ദൂരമേയുള്ള വീട്ടിലേക്ക് കയറാം. പക്ഷേ കിലോമീറ്ററുകൾ നടന്ന പോലെയുള്ള ബുദ്ധിമുട്ട് മേഘക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. വിയർത്തി കിതച്ച് മേഘ അടുക്കളയുടെ ഭാഗത്തേക്ക് എത്തി. പിന്നിൽ നിന്ന് ആരൊക്കെ ഓടി വരുന്ന പോലെയുള്ള ശബ്ദം. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലുള്ള ധൈര്യം മേഘക്ക് അന്നേരം ഉണ്ടായില്ല. ഉറക്കെ അലറി വിളിക്കാൻ നോക്കിയെങ്കിലും തൊണ്ടയിൽ ശബ്ദം കുടുങ്ങി നിൽക്കുന്ന പോലെ.
എങ്ങനെയെങ്കിലും അകത്തേക്ക് കയറണമെന്ന വിചാരത്തോടെ അവൾ തന്റെ വയറും പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഓടി. പെട്ടെന്നാണ് മുന്നിലേക്ക് ഒരു കയറ് മുകളിൽ നിന്നും വന്ന് മേഘയുടെ മുമ്പിൽ ആടി നിന്നത്. ഒരു നിമിഷം മുകളിലേക്ക് നോക്കിയ മേഘ കറുത്തൊരു രൂപത്തെ കണ്ട് ഭയന്ന് നിലവിളിച്ചു. ആ രൂപത്തിന്റെ വായിൽ നിന്നുമാണ് കയറ് വന്ന് നിൽക്കുന്നത്. മേഘയുടെ കരച്ചിൽ കേട്ട രൂപം അവൾ നോക്കി പല്ലൊളിച്ച് കാണിച്ചു. ഇരുട്ടിൽ ആ രൂപത്തിന്റെ പല്ലിന്റെ നിറം വെൺമുത്തുകൾ പോലെ തോന്നിച്ചു. മേഘ വേഗം മുന്നോട്ടോടാൻ പോയപ്പോൾ ആ കയറ് അവിടെ മുന്നിലേക്ക് വന്നു. പിന്നെയും തിരിഞ്ഞോടാൻ നോക്കിയപ്പോൾ അവിടേക്കും കയറ് വന്നു. എങ്ങോട്ടും പോവാനാവാത്ത വിധത്തിൽ ആ കയറ് വായുവിൽ അവൾക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നു. കൂട്ടത്തിൽ ആ രൂപവും അവളുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.